കേടെക് ലാബിന്റെ ജാലകമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിച്ചു തുടങ്ങാം. തുടർന്ന് ലഭിക്കുന്ന ടാബിൽ സർക്യൂട്ട് ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഒരു വിർച്വൽ സർക്യൂട്ട് ഈ സോഫ്റ്റ്വെയറിലൂടെ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്ന കമ്പോണന്റ് ലിസ്റ്റിൽ നിന്ന് ആവശ്യമായ ഉപകരണങ്ങൾ പേജിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇത് ഒരു DC ബാറ്ററിയാണ്. ഇതിന്റെ ചെറിയ വര സൂചിപ്പിക്കുന്ന ഭാഗം നെഗറ്റീവും വലുത് പോസിറ്റീവ് പോളിനെയും സൂചിപ്പിക്കുന്നു. ഒരു ഡയോഡിനെ ഈ ബാറ്ററിയുമായി നാം കണക്ട് ചെയ്യുകയാണ്. രണ്ട് ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാനായി അവ മൗസ് ഡ്രാഗ് ചെയ്ത് യോജിപ്പിച്ചാൽ മതിയാകും. ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് പോൾ ഡയോഡിന്റെ പോസിറ്റീവ് പോളുമായും ഡയോഡിന്റെ നെഗറ്റീവ് പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് പോളുമായും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രോൺ പ്രവാഹം ദൃശ്യമാകുന്നില്ല. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കോൺഫിഗർ കേടെക് ലാബ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ അനിമേറ്റ് വയേഴ്സ് ടു ഷോ ദ കറന്റ് ഓർ പവർ ഫ്ലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വൈദ്യുത പ്രവാഹം നടക്കുന്നുണ്ട് എങ്കിൽ ഇലക്ട്രോണുകളുടെ ചലനം ദൃശ്യമാകും. ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടുള്ള ഡയോഡിൽ ഇലക്ട്രോൺ പ്രവാഹം നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ബാറ്ററി പേജിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഡയോഡുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. പേജിന്റെ വലതുവശത്തായി കാണുന്ന ഐറ്റം എഡിറ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമ്പോണൻസിന് മാറ്റങ്ങൾ വരുത്താനായി സാധിക്കും. അവയുടെ വാല്യൂം ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനായി ഐറ്റം എഡിറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നതിനായി ചുവടെയായി കാണുന്ന മൗസ് എത്തിയിരിക്കുന്ന ഭാഗത്ത് ശ്രദ്ധിക്കുക. അവിടെ വിവിധ ഓറിയന്റേഷനുകളിലുള്ള കമ്പോണന്റ് നമുക്ക് ദൃശ്യമാകും. ബാറ്ററിയുടെ ഓറിയന്റേഷനും അതുപോലെ തന്നെ ഡയോഡിന്റെ ഓറിയന്റേഷനും അതാത് സ്ഥലങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഡയോഡിനെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുന്നു. ഡയോഡിന്റെ നെഗറ്റീവ് പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് പോളുമായും പോസിറ്റീവ് പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് പോളുമായും ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ വൈദ്യുത പ്രവാഹം നടക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഡയോഡിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് പോളുമായും നെഗറ്റീവ് പോളുമായും കണക്ട് ചെയ്യുമ്പോൾ വൈദ്യുത പ്രവാഹം സാധ്യമാകുന്നു എന്നും മറിച്ചുള്ള കണക്ഷനിൽ വൈദ്യുതി പ്രവാഹം സാധ്യമാകുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ സർക്യൂട്ട് റിവേഴ്സ് ബയസിംഗിലാണ് എന്നും രണ്ടാമത്തെ സർക്യൂട്ട് ഫോർവേഡ് ബയസിംഗിലാണ് എന്നും നമുക്ക് പറയാം. അതായത് റിവേഴ്സ് ബയസിംഗിൽ ഉള്ള ഡയോഡ് വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്നില്ല എന്നും ഫോർവേഡ് ബയസിംഗിലുള്ള ഡയോഡ് വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്നു എന്നും നമുക്ക് വിലയിരുത്താം.